വർഷ ചരിത്ര പാഠഭാഗത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പഠിച്ചു കഴിഞ്ഞ പാഠഭാഗം പ്രമേയം 2 റൈറ്റിംഗ് ആൻഡ് സിറ്റി ലൈഫ്, എഴുത്തുവിദ്യയും നഗരജീവിതവും. തീം 2 റൈറ്റിംഗ് ആൻഡ് സിറ്റി ലൈഫ്. ഈ പാഠത്തിലെ മലയാള ഇംഗ്ലീഷ് നോട്ട്സുകൾ, കുറച്ച് മാപ്പുകളൊക്കെ തന്നിരുന്നു. ആൾക്കാർ നോക്കിയിട്ടുണ്ടാവും. നമ്മൾ പറഞ്ഞിരുന്നു 1ഉം 2ഉം പാഠത്തിൻ്റെ ഇടയിൽ ടെസ്റ്റ് പേപ്പർ പരീക്ഷ പോലെ നമുക്ക് നടത്തുകയും ചെയ്യാം പറഞ്ഞിരുന്നു. അപ്പോൾ പഠിച്ചിട്ടുണ്ടാവും. മലയാളം നോട്ട്സ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ മോഡലിൽ തന്നെ ആയിരുന്നു. ഇംഗ്ലീഷ് നോട്ട്സ് വന്നവർക്ക് ചില ഡൗട്ടുകൾ ഉണ്ടായി കാണും. ഒരു പക്ഷേ അത് അല്ലാതുള്ള വിവരണങ്ങളായിട്ട്, ആ വിവരണങ്ങളായിട്ടല്ല, ശരിക്കും പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് അങ്ങനെ തന്നെ പരീക്ഷയ്ക്ക് എഴുതിയാൽ മതിയോ എന്നുള്ളത്. അപ്പോൾ ചരിത്രമൊക്കെ ആകുമ്പോൾ വിവരിച്ച് എഴുതണ്ടായോ എന്നുള്ളത് ന്യായമായ സംശയമാണ്. അപ്പോൾ ചരിത്രം ആർട്ടാണ്, ഒരു ചോദ്യത്തിന് ഇത്ര എഴുതുക എന്നൊക്കെയുണ്ട്. പക്ഷേ പോയിന്റിന് തന്നെയാണ് വില. നിങ്ങൾ പരീക്ഷയ്ക്ക് ചെല്ലുമ്പോൾ വാല്യൂ പോയിന്റ്സ് തരും. ഇപ്പോൾ 4 മാർക്കിൻ്റെ ഒരു ചോദ്യമുണ്ട്, 4 പോയിന്റ് തരുവാണെങ്കിൽ 4 പോയിന്റ് ഉണ്ടെങ്കിൽ 4 മാർക്കും കൊടുക്കുക എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ പോയിന്റ് എഴുതിയാലും മാർക്കുണ്ട്. അപ്പോൾ പോയിന്റ് മാത്രം എഴുതി വയ്ക്കുകയും വളരെ കുറയുകയും ചെയ്യുക. അപ്പോൾ 8 മാർക്കിൻ്റെ ഒരു എസ്സേ 2 പേജ് എഴുതണം. അപ്പോൾ നമ്മൾ പോയിന്റ്സ് എല്ലാം എഴുതി അര പേജിൽ നിന്ന് പോയി. അപ്പോൾ അത് ചിലർക്കെങ്കിലും നോക്കുന്നവർക്ക് പോയിന്റ്സ് എല്ലാം ഉണ്ടെങ്കിലും ആ സ്ഥലം അത്രയും വന്നിട്ടില്ല. അപ്പോൾ അത് കുറച്ചും കൂടി വിവരിച്ച്, ഓരോ പോയിന്റ് ഒരല്പം വിവരിച്ച് എഴുതാനും കൂടി നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അതിനുശേഷം നമുക്ക് ഇന്ന് ചെയ്യാനുള്ളത് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, കഴിഞ്ഞ പാഠത്തിൽ ചെയ്ത പോലെ പ്രധാനപ്പെട്ട ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ. അപ്പോൾ അത് ഓരോ ടെസ്റ്റിലും ഓരോ രീതിയിലാണ്. ഇപ്പോൾ SCERT ടെസ്റ്റ് കയ്യിൽ സംഭരിക്കുന്ന ഒരാളുടെ കയ്യിലാണെങ്കിൽ വെറും കുറച്ച് ചോദ്യങ്ങളെ പുസ്തകത്തിൻ്റെ അവസാനം ഉണ്ടാവും. അപ്പോൾ പിന്നെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഗയ പുസ്തകം, ഗോപി സാറിൻ്റെ പുസ്തകമാണെങ്കിലും ഓരോ വർഷത്തെ പുസ്തകത്തിന് തമ്മിൽ ചോദ്യങ്ങളുടെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട്. മലയാളം ഇംഗ്ലീഷ് വേർഷനുകളിലും വ്യത്യാസമുണ്ട്. അത് നോക്കാനില്ല. ഞാനിപ്പോൾ ഈ വായിക്കുന്നതിൽ ആവർത്തിച്ച് വരുന്നത് പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് പേപ്പറിലാണ് എഴുതിയിട്ട് നോട്ട് ചെയ്യുകയും ചെയ്താൽ മതി. പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള നോട്ട്സുകളിലും പ്രാധാന്യമുള്ളവ ഏതാണെന്നുണ്ട്. നമ്മൾ പഠിപ്പിക്കുമ്പോഴും ഓരോ ചോദ്യവും വരുമ്പോൾ ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്, പ്രാധാന്യമുള്ളതാണെന്ന് പറയാറുമുണ്ടായിരുന്നു. നമുക്ക് ചോദ്യഭാഗത്തേക്ക് കിടക്കാം. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെതായിട്ടുള്ള ഫോട്ടോ എടുത്തിട്ടുള്ളതാണ് കാണുന്നത്. അപ്പോൾ അത്ര വ്യക്തമല്ല ചോദ്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ടെസ്റ്റിൽ ചോദ്യങ്ങളുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങളൊരു പേപ്പറിലോട്ട് എഴുതിയിട്ടോ ശ്രദ്ധിച്ചാൽ മതി. അല്ലാതെ അതിൽ തന്നെ നോക്കിയാൽ ചോദ്യം കണ്ടുപിടിക്കൽ പ്രയാസമായിരിക്കും. അപ്പോൾ ഒന്നാമത് തന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ആൻസറായിട്ട് ഞാൻ പറയുന്ന പതിവില്ല. അപ്പോൾ അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പുസ്തകം തന്നെ മറിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് അതിൽ കിട്ടുകയും ചെയ്യും. പിന്നെ ഡിസ്ക്രിപ്റ്റീവ് കയറിയപ്പോൾ മെസപ്പൊട്ടോമിയൻ ചരിത്രം പഠിക്കാനുള്ള സോഴ്സസ് വെച്ചുള്ള ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല, അതുകൊണ്ട് അടുത്തതിലോട്ട് കിടക്കുന്നു. ഇറാഖ് ഈസ് എ കൺട്രി വിത്ത് ഡിഫറൻറ്റ് എക്കോളജീസ്. വ്യത്യസ്തങ്ങളായ പരിസ്ഥിതികളുള്ള ഒരു നാടാണ് ഇറാഖ് എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചോദിക്കുക എന്നുള്ള രീതിയിൽ തന്നെ ഒന്ന് പറഞ്ഞതും ഏറ്റവും പഠിക്കാൻ പ്രയാസം കുറഞ്ഞതുമായിട്ടുള്ള മെസപ്പൊട്ടോമിയൻ ജോഗ്രഫി. നോർത്ത് ഈസ്റ്റ്, വടക്ക് കിഴക്ക് ഭാഗങ്ങളിൽ പ്ലെയിൻസ് ആൻഡ് മൗണ്ടൻസ്, സമതലങ്ങളും പർവ്വതങ്ങളുമാണ്. ഹരിതാഭയേറിയ ഈ പർവ്വതങ്ങളിൽ കൃഷിയാണ്, അഗ്രികൾച്ചർ വാസ് ദെയർ മെയിൻ ഒക്കുപ്പേഷൻ. ദെൻ നോർത്ത്, വടക്ക് ഭാഗത്ത് സ്റ്റെപ്പീസ്, പുൽമേടുകൾ. അപ്പോൾ ആനിമൽ ഹെഡിങ്, അവിടെ കാലിമേയ്ക്കലാണ് അവിടെ ഉള്ളവരുടെ തൊഴിൽ. ദെൻ ഈസ്റ്റ്, കിഴക്കൻ ഭാഗത്ത് ട്രിബ്യൂട്ടറീസ് ഓഫ് ടൈഗ്രീസ്, അവിടെ നൈലിൻ്റെ പോഷക നദികൾ ശരിക്കും റൂട്ട്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ശരിക്കും വിനിമയ മാർഗ്ഗങ്ങളായിട്ട് കച്ചവടമായിട്ട് നദികളിലൂടെ ആയിരുന്നല്ലോ അന്നത്തെ നമ്മുടെ റോഡ് മാർഗ്ഗം ഉള്ളതിനേക്കാൾ കൂടുതൽ സാധനങ്ങളെല്ലാം കൊണ്ടിരുന്നത്. അവസാനം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സൗത്ത്, അവിടെയാണ് ഡെസേർട്ടാണ്. ഡെസേർട്ടിൽ ഒന്നും ഇല്ല എന്നല്ല നമ്മൾ പറഞ്ഞത്, ഡെസേർട്ടിലാണ് സിറ്റികളെല്ലാം ഉണ്ടായത്. അപ്പം മെസപ്പൊട്ടോമിയൻ ജോഗ്രഫി ഈ ചോദ്യത്തിൽ ഒരുപാട് സ്ഥലത്തത് ആവർത്തിച്ച് വരുന്നുണ്ട്. പ്രാധാന്യമുള്ള മാത്രം പറയുകയാണ്. പ്രിപ്പയർ എ സെമിനാർ പേപ്പർ ഓൺ ദ റൈറ്റിംഗ് ടെക്നിക്സ് ഓഫ് മെസപ്പൊട്ടോമിയ. ദ ഏരിയാസ് ടു ബി കൺസിഡേർഡ് ആർ ദ ഫോളോയിങ്. സെമിനാർ പേപ്പർ ചോദിക്കുകയാണ്. അപ്പോൾ അവർ ഏരിയാസ് ടു ബി കൺസിഡേർഡ് എന്തൊക്കെ വേണമെന്നുണ്ട് ഒരു കുറേ ഹെഡിങ്സ് തരുന്നു. അപ്പോൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ സെമിനാർ എന്തിനെക്കുറിച്ചാണോ അതിനെക്കുറിച്ച് ഇൻട്രൊഡക്ഷൻ എഴുതുക. പിന്നെ അവർ തരുന്ന ഹെഡിങ്ങുകൾ, ഇതിനകത്താണ് ഡെവലപ്മെൻറ്റ് ഓഫ് റൈറ്റിംഗ് ടെക്നിക്ക്, അത് എഴുതി അണ്ടർലൈൻ ചെയ്ത് അതിനെക്കുറിച്ച് വിവരിക്കുക. ദെൻ ക്ലേ പ്ലേറ്റ്സ്, റൈറ്റിംഗ് മെത്തേഡ്സ്, യൂസ് ഓഫ് റൈറ്റിംഗ് ടെക്നിക്സ്, അപ്പോൾ എഴുത്തുവിദ്യയുടെ ഉപയോഗം വരെയുള്ളത്. അപ്പോൾ ഇത്രയും അവർ തരുന്ന ഹെഡിങ് വെച്ച് വിവരിക്കുക. അവസാനം നമുക്ക് ഒരു കൺക്ലൂഷൻ, ഒരു ഉപസംഗ്രഹം അതെഴുതി അതിനെക്കുറിച്ച് വിവരിക്കുമ്പോൾ 2 പേജ് സുഖമായിട്ട് തികയുകയും ചെയ്യും.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, there were 3 types of cities in southern Mesopotamia. Find out which are them. തെക്കൻ മെസപ്പൊട്ടോമിയയിൽ 3 ഇനം നഗരങ്ങളുണ്ട്. അത് ഏതൊക്കെയാണ്? നഗരങ്ങൾ ഉണ്ടാകുന്നതിനെ പറ്റി നമ്മൾ പഠിച്ചായിരുന്നല്ലോ, അർബനൈസേഷൻ സതേൺ മെസപ്പൊട്ടോമിയയിൽ. അപ്പോൾ ഫസ്റ്റ്, സിറ്റീസ് ഡെവലപ്ഡ് അറൗണ്ട് ടെമ്പിൾസ്, ക്ഷേത്രങ്ങൾക്ക് ചുറ്റുമായി വന്ന നഗരങ്ങൾ. സെക്കൻഡ്, സിറ്റീസ് ഡെവലപ്ഡ് ആസ് സെൻറ്റേഴ്സ് ഓഫ് ട്രേഡ്, കച്ചവട കേന്ദ്രങ്ങളായി വളർന്നു വന്ന നഗരങ്ങൾ. തേർഡ്, ഇമ്പീരിയൽ സിറ്റീസ്, രാജകീയ നഗരങ്ങൾ, രാജകീയ കേന്ദ്രങ്ങൾക്ക് ചുറ്റുമായിട്ട് വന്ന നഗരങ്ങൾ നമ്മൾ പറഞ്ഞതായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കൺട്രോൾ ഓവർ ടെമ്പിൾസ് ഹെൽപ്ഡ് ദ കിങ്സ് ടു എസ്റ്റാബ്ലിഷ് ഡോമിനൻസ് ഓവർ പീപ്പിൾ. ഡു യു എഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെന്റ്? ആരാധനാലയങ്ങൾക്ക് മുകളിലുള്ള നിയന്ത്രണമാണ് ജനങ്ങൾക്ക് മുകളിലുള്ള നിയന്ത്രണത്തിന് രാജാവിനെ സഹായിച്ചതെന്ന്. തീർച്ചയായിട്ടും ആരാധനാലയങ്ങൾ നിർമ്മിച്ചു കൊടുക്കുന്നവരോട് ജനങ്ങൾക്ക് തോന്നുന്ന ആ ഒരു കടപ്പാട്, അത് മുതലാക്കി തന്നെയാണ് അന്നത്തെ ഭരണാധികാരികൾ ഭരിച്ചിരുന്നത്. അത് പബ്ലിക് പരീക്ഷ ക്വസ്റ്റ്യൻ തന്നെയാണ്. കോൺഫ്ലിക്ട്സ് എക്സിസ്റ്റഡ് ബിറ്റ്വീൻ ഫാമേഴ്സ് ആൻഡ് ഷെപ്പേർഡ്സ് ഓഫ് മാരി. മാരി നഗരത്തിലെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആൾക്കാർ, ഈ പാസ്റ്ററലിസം, പിന്നെ കന്നുകാലികളെ മേച്ചുകൊണ്ട് നടക്കുന്നവരും സ്ഥിരജീവിതം നയിക്കുന്ന കർഷകരും തമ്മിൽ കോൺഫ്ലിക്ട്സ് ഉണ്ടാവാറുണ്ടെന്ന് നമ്മൾ പറഞ്ഞതല്ലേ. ഫാമേഴ്സിൻ്റെ പല വെൽത്തും ലൂട്ട് ചെയ്യുന്നു, പിന്നെ ഫാമേഴ്സിൻ്റെ വിളഞ്ഞു കിടക്കുന്ന പാടങ്ങളിലൂടെ ഈ പറഞ്ഞ കന്നുകാലികളെയും കൊണ്ട് പോകുന്നു. അപ്പോൾ അങ്ങനെയുള്ള അക്രമങ്ങൾ ഈ നാടോടികൾ കാണിക്കുമ്പോൾ തിരിച്ച് കർഷകരാണെങ്കിലോ ഇവർക്ക് റിവേഴ്സിലോട്ടുള്ള എൻട്രൻസ് തടഞ്ഞുകൊണ്ടും ഇവർക്ക് ലാൻഡും വാട്ടറും ഒക്കെ നിഷേധിച്ചുകൊണ്ടുമൊക്കെ പിന്നെ കർഷകർ തിരിച്ച് ഇവരോടും അക്രമങ്ങൾ കാണിക്കുന്നുണ്ട്. പലപ്പോഴും കോൺഫ്ലിക്ട്സ് ഉണ്ടാവാറുണ്ടെന്ന് പറഞ്ഞു. അടുത്ത പബ്ലിക് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യം, മെസപ്പൊട്ടോമിയൻ ടെമ്പിൾസ് വെർ നോട്ട് ജസ്റ്റ് പ്ലേസസ് ഓഫ് വർഷിപ്പ്. മെസപ്പൊട്ടോമിയൻ അമ്പലങ്ങൾ വെറും ആരാധനാ കേന്ദ്രങ്ങൾ മാത്രമായിരുന്നില്ല, ഉറപ്പ്. അവ കൃഷിയുടെ, അഗ്രികൾച്ചറിൻ്റെ, ഇൻഡസ്ട്രിയുടെ, ട്രേഡിൻ്റെ എല്ലാ സെൻറ്റേഴ്സ് ആയിരുന്നു. തൊഴിലാളികൾക്ക് അവിടെ നിന്ന് കൊടുക്കുന്ന റേഷൻ്റെ കണക്കുകളൊക്കെ അവിടെ സൂക്ഷിക്കുന്നതിനെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞു. പബ്ലിക് പരീക്ഷയുടെ ചോദ്യം തന്നെയാണ്, ഉറപ്പായിട്ട് നോക്കിക്കൊള്ളുക. Based on the inventions in mathematics and geometry, explain the legacy of Mesopotamian writing technology. മെസപ്പൊട്ടോമിയൻ എഴുത്തുവിദ്യയുടെ സംഭാവനകൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? മാത്തമാറ്റിക്സിൻ്റെയും ജിയോമെട്രിയുടെയും അടിസ്ഥാനത്തിൽ. നമ്മൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, അവരുടെ കലണ്ടർ, വാന നിരീക്ഷണം എല്ലാം വെച്ചാണ് നമ്മൾ പറഞ്ഞത്. എല്ലാം എഴുത്തുവിദ്യ കാരണമാണ് അവയെല്ലാം വളർന്നു വന്നത്. അടുത്തത്, ദ ലൊക്കേഷൻ ഓഫ് ദ ടൗൺ ഓഫ് മാരി വാസ് ഫേവറബിൾ ടു ഇറ്റ്സ് പ്രോസ്പിരിറ്റി. സബ്സ്റ്റാൻഷിയേറ്റ് ദ സ്റ്റേറ്റ്മെന്റ്. ഈ പ്രസ്താവനയെ സാധൂകരിക്കാൻ മാരി നഗരത്തിൻ്റെ സ്ഥാനമാണ് അതിൻ്റെ സമ്പൽ സമൃദ്ധിക്ക് കാരണം. ഇങ്ങനെ ചോദ്യങ്ങൾ ആവർത്തിച്ച് വരുമ്പോൾ നിങ്ങൾ ഓർക്കുക, ഉറപ്പാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. പിന്നെ മാരി നഗരത്തിൽ അഗ്രികൾച്ചറുണ്ട്, പാസ്റ്ററലിസം ഉണ്ട്. പക്ഷേ ട്രേഡ് ആൻഡ് കൊമേഴ്സിലൂടെയാണ് മാരി നഗരം വളരുന്നത്. ദൂരെയുള്ള കച്ചവട വ്യാപാര കേന്ദ്രങ്ങളിലേക്ക് പോകുന്ന ബോട്ടുകളെല്ലാം മാരി നഗരത്തിനടുത്ത് നിർത്തിയിടുന്നതും മാരിയിലെ ഉദ്യോഗസ്ഥന്മാർ അതിൽ കയറി എല്ലാം അളന്ന് തിട്ടപ്പെടുത്തി അതിന് ടാക്സ് അടിക്കുന്നതും ആ പൈസയാണ് ശരിക്കും മാരി നഗരത്തിൻ്റെ സമ്പൽ സമൃദ്ധിക്ക് കാരണം. ദ പീപ്പിൾ ഓഫ് മെസപ്പൊട്ടോമിയ വെർ ഇൻഡിപെൻഡന്റ് ടു ദ സിസ്റ്റം ഓഫ് റൈറ്റിംഗ് ഫോർ ദെയർ അച്ചീവ്മെന്റ്സ് ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ്. ആവർത്തനമാണ്. സയൻസിലെ അവർ അച്ചീവ്മെന്റ്സിനെല്ലാം കാരണം എഴുത്തുവിദ്യയാണെന്ന് പറയുകയാണ്. ചോദ്യങ്ങളിൽ ആവർത്തനം വരുന്നത് നോക്കുക. എക്സാമിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് ജിയോഗ്രാഫിക്കൽ ഫീച്ചേഴ്സ് ഇൻ ദ ഗ്രോത്ത് ഓഫ് മെസപ്പൊട്ടോമിയൻ കൾച്ചർ. നമ്മൾ മെസപ്പൊട്ടോമിയൻ ജിയോഗ്രഫി ആദ്യമേ പറഞ്ഞല്ലേ. അപ്പോൾ അത് പബ്ലിക് പരീക്ഷ ചോദ്യമാണ്. വീണ്ടും വീണ്ടും ആവർത്തിച്ച് ടെസ്റ്റ് വരികയാണ്. മെസപ്പൊട്ടോമിയൻ പീപ്പിൾ വാല്യൂഡ് സിറ്റി ലൈഫ് മാച്ച്. മെസപ്പൊട്ടോമിയയിലെ ജനങ്ങൾ നഗരജീവിതത്തിന് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു. ഗിൽഗാമേഷിന്റെ സ്റ്റോറിയും നഗരജീവിതത്തിൽ അവർക്ക് എത്ര സ്വാഭിമാനം ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചതാണ്. റൈറ്റ് എ ബ്രീഫ് നോട്ട് ഓൺ ക്യൂണിഫോം റൈറ്റിംഗ്. ക്യൂണിഫോം എഴുത്തിൽ വെഡ്ജ് ഷേപ്പഡാണ്, വെറ്റായിട്ടുള്ള ക്ലേയിൽ എഴുതുന്നു. അപ്പോൾ എന്നിട്ട് അത് ഉണക്കിയെടുക്കുന്നു. അപ്പം അതിൽ നിന്ന് നമുക്ക് ചരിത്രം പുനരാവിഷ്കരിക്കാൻ കഴിയുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. മെസപ്പൊട്ടോമിയൻ റൈറ്റിംഗ് വാസ് എ സ്കിൽഡ് ക്രാഫ്റ്റ്. പബ്ലിക് പരീക്ഷയുടെ അടുത്തൊരു ചോദ്യമാണ്. ശരിക്കും ഒരു കരകൗശല വൈദഗ്ധ്യം വേണ്ട ഒരു തൊഴിലാണ് മെസപ്പൊട്ടോമിയൻ റൈറ്റിംഗ്. ഇപ്പം ഞാനും എഴുതുന്നുണ്ട്, അത്ര വലിയ കരകൗശല വൈദഗ്ധ്യം ഒന്നും വേണ്ട. പേപ്പർ വല്ലയിടത്തും ബുക്ക് വല്ലയിടത്തും വാങ്ങിച്ചതാണ്, പേന എവിടെന്നെങ്കിലും വാങ്ങിച്ചതാണ്. അത് വെച്ച് നമ്മൾ കുഞ്ഞുനാളിൽ തൊട്ട് അക്ഷരം പഠിപ്പിച്ചുള്ള ടീച്ചർമാരെ മനസ്സിൽ ഓർത്ത് നമ്മൾ അങ്ങ് എഴുതുന്നു. ഇവിടെ അതാണോ? നനഞ്ഞ ഒരു ഫലകം ഉണ്ടാക്കി കൈവച്ച് അതിൽ കൃത്യമായ രീതിയിൽ അത് എഴുതി അത് ഉണക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് പേർക്ക് മാത്രം അറിയാവുന്നു. ആ ലിപി ഇതുപോലെ എളുപ്പമല്ലോ ആണോ? വളരെ പ്രയാസമുള്ള ലിപി. അത് സ്കിൽഡ് ക്രാഫ്റ്റ് തന്നെയാണ്. അത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ദ മെസപ്പൊട്ടോമിയൻ ടെമ്പിൾസ് വെർ നോട്ട് ഓൺലി സെന്റേഴ്സ് ഓഫ് വർഷിപ്പ്. അപ്പോൾ ആവർത്തിക്കുന്നില്ല, അതും നമ്മൾ പറഞ്ഞു, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്.
ഇനി നോക്കിയോണം, ദ ലൊക്കേഷൻ ഓഫ് ദ ടൗൺ ഓഫ് മാരി. പറഞ്ഞതല്ലേ? തീർച്ചയായിട്ടും മാരി നഗരത്തിനെ കുറിച്ച് ചോദ്യം പ്രതീക്ഷിക്കാം. കഴിഞ്ഞ 1-2 വർഷം മുമ്പ് പബ്ലിക് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. അവസാനം മാരിയെക്കുറിച്ച് വീണ്ടും ഒരു ചോദ്യം കിട്ടണം. മാരി വാസ് ആൻ എക്സാമ്പിൾ ഫോർ ബോത്ത് ഇമ്പീരിയൽ സിറ്റി ആൻഡ് ട്രേഡിംഗ് സെന്റർ. മാരി രാജകീയ നഗരത്തിനും കച്ചവട നഗരത്തിനും രണ്ടും കൂടെ ചേർന്നാണ്. ഡു യു എഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെന്റ്? ഉറപ്പായിട്ടും. പിന്നെ സിംപ്രലിം രാജാവിൻ്റെ മാരിയിലെ കൊട്ടാരമൊക്കെ നമ്മൾ പറഞ്ഞതല്ലേ. അപ്പോൾ ആ സ്ഥലവും പിന്നെ രാജകീയ നഗരവുമാണ്, കച്ചവട നഗരവുമാണ്. സമ്പൽ സമൃദ്ധമായ മാരിയെ പറ്റി നമ്മൾ പറഞ്ഞതാണ്. ഇനി നമ്മൾ അടുത്ത തീമിലോട്ടാണ് പോകുന്നത്. എംപയേഴ്സ് എന്ന് പറയുന്നത്. ആദ്യത്തേതിൽ 2 ഭാഗം, ഇയർലി സൊസൈറ്റി എന്ന് പറയുന്ന സെക്ഷനിൽ 2 എണ്ണമായിരുന്നു. ഫ്രം ദ ബിഗിനിങ് ഓഫ് ടൈം, കാലാരംഭത്തിന് മുമ്പ്. റൈറ്റിംഗ് ആൻഡ് സിറ്റി ലൈഫ്, എഴുത്ത് വിദ്യയും നഗരജീവിതവും. ഈ 2 പാഠങ്ങൾ തീർത്തുകൊണ്ട് നമ്മൾ അടുത്ത സെക്ഷനിലോട്ട് കിടക്കുമ്പോൾ ആ സെക്ഷൻ്റെ പേര് എംപയേഴ്സ്, സാമ്രാജ്യങ്ങൾ എന്നാണ്. അതിൽ 3 തീമുകളുണ്ട്. ആൻ എംപയർ അക്രോസ് 3 കോണ്ടിനെന്റ്സ് എന്ന് പറയുന്ന ഒന്നാമത്തെ തീം നമുക്ക് പഠിക്കണം. പിന്നീട് ദ സെൻട്രൽ ഇസ്ലാമിക് ലാൻഡ്സ് ഉണ്ട്, നൊമാഡിക് എംപയേഴ്സ് ഉണ്ട്. നമുക്ക് പഠിക്കാനുള്ള അപ്പോൾ ആൻ എംപയർ അക്രോസ് 3 കോണ്ടിനെന്റ്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഓരോ സെക്ഷനും വരുമ്പോൾ അതിനൊരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്. നമ്മുടെ ഈ സെക്ഷന് ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്. എന്താണ് എംപയേഴ്സിൽ നമ്മൾ പഠിക്കുന്ന ആ ഭാഗത്ത് നമ്മൾ ആ 3 തീമിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന്. ആ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ് നമ്മൾ ആൻ എംപയർ അക്രോസ് 3 കോണ്ടിനെന്റ്സ്, 3 വൻകരകളിലായി വ്യാപിച്ചു കിടക്കുന്ന സാമ്രാജ്യം എന്ന് പറയുന്ന ആ പാഠഭാഗത്തേക്ക് നമ്മൾ കടക്കത്തുള്ളൂ. ഈ തീമുകളുടെ ആമുഖം, ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് എക്സാം പോയിന്റ് അല്ല, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതല്ല. എങ്കിലും എന്തൊക്കെയാണ് ഈ തീമുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ആ തീമിലോട്ട് കിടക്കുന്നതായിരിക്കും നല്ലത്. നമുക്കതൊന്ന് നോക്കാം. എംപയേഴ്സ് എന്ന് പറയുന്ന ആ തീമിൽ എന്തൊക്കെയാണ് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞേക്കുന്ന പോയിന്റ് എന്ന്. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ആൻ എംപയർ അക്രോസ് 3 കോണ്ടിനെന്റ്സ്, 3 വൻകരകളിലേക്ക് വ്യാപിച്ച ഒരു സാമ്രാജ്യം എന്ന ഭാഗത്തേക്ക് കടക്കാം. ഓവർ ദ 2 മില്ലേനിയ ദാറ്റ് ഫോളോഡ് ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് എംപയേഴ്സ് ഇൻ മെസപ്പൊട്ടോമിയ, വേരിയസ് അറ്റംപ്റ്റ്സ് വെയർ മെയ്ഡ് അറ്റ് എംപയർ ബിൽഡിംഗ്. മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിനോട് അനുബന്ധിച്ച് ശേഷമായിട്ട് വരുന്ന ഒരു 12,000 വർഷം പുതിയ സാമ്രാജ്യങ്ങൾ ഉടലെടുക്കാൻ അല്ലെങ്കിൽ സാമ്രാജ്യങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടേയിരുന്നു. By the 6th century BC, Iranians had established control over major parts of Assyrian Empire. അപ്പോൾ BC 6-ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോഴത്തേന് അസീറിയൻ സാമ്രാജ്യം ഇറാനിയൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായി. ഇറാനിയന്മാർ അതിന് മുകളിൽ സ്വാധീനം ചെലുത്തിയിരുന്നു. ഈ സമയത്ത് ഇൻ ഗ്രീസ് സിറ്റി സ്റ്റേറ്റ് സച്ച് ആസ് ഏഥൻസ് ആൻഡ് സ്പാർട്ട വെയർ ദ ഫോക്കസ് ഓഫ് സിവിക് ലൈഫ്. അപ്പം ഗ്രീസിൽ സിറ്റി സ്റ്റേറ്റ്സ് ആണ്, നഗരരാഷ്ട്രങ്ങളാണ്. ഏഥൻസ് സ്പാർട്ടയൊക്കെ തമ്മിലുള്ള നിരന്തര യുദ്ധവും ആ യുദ്ധത്തിനെ കുറിച്ചൊക്കെ ഹെറോഡോട്ടസ് എഴുതിയ പുസ്തകമായിരുന്നു ഹിസ്റ്ററി എന്നൊക്കെ നമ്മൾ ആദ്യമേ പറഞ്ഞു. അപ്പോൾ ഗ്രീസിൽ അങ്ങനെ സംഭവവികാസങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അലക്സാണ്ടർ ദ റൂളർ ഓഫ് മാസിഡോൺ അണ്ടർടുക്ക് എ സീരീസ് ഓഫ് മിലിറ്ററി ക്യാമ്പയിൻസ്. മാസിഡോൺ എന്ന് പറയുന്ന ഗ്രീസിലെ ചെറിയ രാജ്യത്തെ ഭരണാധികാരിയായ അലക്സാണ്ടർ ഈ സമയത്ത് തുടർച്ചയായ മിലിറ്ററി ക്യാമ്പയിൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫിലിപ്പ് II മകനായ അലക്സാണ്ടർ ചെറിയൊരു രാജ്യത്ത് ഭരണത്തിൽ കയറി. പക്ഷെ ആഗ്രഹങ്ങളൊന്നും ചെറുതല്ല. ലോകം മൊത്തവും കീഴടക്കണം. ലോകം മൊത്തവും ഗ്രീക്ക് സംസ്കാരത്തിന് നമുക്ക് ഹെലനിസ്റ്റിക് കൾച്ചർ എന്ന് പറയാം. ഹെലൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ? പിന്നെ ഹോമറുടെ ഇലിയഡിലെയൊക്കെ പിന്നെ നായികയുടെയൊക്കെ പേര്. അപ്പോൾ ആ പേരിലൊക്കെ അറിയപ്പെടുന്ന ഹെലനിസ്റ്റിക് സംസ്കാരം, യവനസ് സംസ്കാരം എന്നൊക്കെ നമ്മൾ ഗ്രീക്ക് സംസ്കാരത്തിന് പറയും. ഇത് ലോകം മൊത്തം പടർത്തണം എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ അലക്സാണ്ടറെ പറ്റി പറഞ്ഞായിരുന്നു, എന്താണ് മഹാൻ എന്ന് പറയാനൊക്കെ കാരണം. എന്തായാലും ഈ അലക്സാണ്ടർ ഇന്ത്യ ആക്രമിക്കുന്നുണ്ട്, പിന്നെ പേർഷ്യയൊക്കെ ആക്രമിച്ച് ഡേരിയസ് ഒക്കെ പരാജയപ്പെടുത്തി ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. ഇന്ത്യയിൽ പിന്നെ വന്നിട്ട് അംഫി എന്ന് പറയുന്ന തക്ഷശിലയിലെ രാജാവ് ക്ഷണിച്ച് ഇദ്ദേഹം നേരെ ഇന്ത്യയിലേക്ക് വരുന്നു. ചലൻ നദിയുടെ അടുത്ത് വെച്ച് പോറസ് പുരുഷോത്തമൻ എന്ന് പറയുന്ന രാജാവുമായിട്ട് യുദ്ധം ചെയ്തതായിട്ട്, ആ യുദ്ധത്തിൽ പോറസിനെ പരാജയപ്പെടുത്തിയിട്ട് പോലും അദ്ദേഹത്തിൻ്റെ ആ ധൈര്യവും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ട് രാജ്യമൊക്കെ അപ്പാടെ തിരിച്ചു കൊടുത്തു. നോക്കുക, ഇതൊക്കെ ഗ്രീക്ക് ചരിത്രകാരന്മാർ എഴുതി വെച്ചിരിക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് മുമ്പോട്ട് പോകാമെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന സൈനികർക്ക് നൊസ്റ്റാൾജിയ, ഗൃഹാതുരത്വം, വീട്ടിൽ പോകണമെന്നുള്ള ആഗ്രഹം കൊണ്ട് കൂടി അവർ തിരിച്ചു പോകണം നിർബന്ധം പിടിക്കുമ്പോൾ അലക്സാണ്ടർ തിരിച്ചു പോകുന്നുവെന്ന്
ഈ ഗ്രീക്ക് ചരിത്രകാരന്മാർ എഴുതിയേക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ ചരിത്രകാരന്മാർ പറഞ്ഞാൽ ഒന്നുമല്ല, മധ്യ ഇന്ത്യയിലെ മഗധന്മാരെ പേടിച്ചിട്ടാണ്, അങ്ങോട്ട് പോയ കുഴപ്പമാണെന്ന് വിചാരിച്ചിട്ടാണ് ഇയാൾ ആക്രമിക്കാതിരിച്ചു പോകുന്നതെന്ന് പറയുന്നത്. എന്തായാലും മനസ്സുകൊണ്ട് തകർന്ന അലക്സാണ്ടർ തിരിച്ചു പോകുന്നു. അപ്പോൾ മനസ്സുകൊണ്ട് നമ്മൾ തകർന്ന അസുഖങ്ങൾ നമ്മളെ ബാധിക്കാനും എളുപ്പമാണെന്ന്. ഇപ്പോഴത്തെ ഒരു പനി വലിയ രീതിയിൽ അത് ബാധിച്ച് അത് കൂടി പോകുന്ന വഴിക്ക് ബാബിലോണിയയിൽ വെച്ച് തന്നെ 33 വയസ്സൊക്കെ ആയപ്പോൾ തന്നെ ഇദ്ദേഹം മരിച്ചുപോയി. ലോകം കീഴടക്കാൻ ആഗ്രഹിച്ച മഹാനായ ആ ചക്രവർത്തി. അപ്പോൾ ഇദ്ദേഹം ഒരു വലിയ സംസ്കാരം ലോകത്ത് പടർത്താൻ ശ്രമിച്ചു. അപ്പം ഇദ്ദേഹത്തിന് ശേഷം ആ സംസ്കാരം നിലനിന്നു. അതൊക്കെ കൊണ്ടാണ് നമ്മൾ ഇദ്ദേഹത്തിനെ മഹാൻ, ദ ഗ്രേറ്റ്, അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം ഹെല്ലനിസ്റ്റിക് കൾച്ചർ ലോകത്ത് സ്പ്രെഡ് ചെയ്യാൻ ശ്രമിച്ചു. അലക്സാണ്ടറോടുകൂടി അത് അവസാനിച്ചു. ശേഷം റോമൻസ് എസ്റ്റാബ്ലിഷ്ഡ് ദെയർ കൺട്രോൾ ഓവർ നോർത്ത് ആഫ്രിക്ക ആൻഡ് ദ ഈസ്റ്റേൺ മെഡിറ്ററേനിയൻ സീ. അടുത്ത വിഭാഗം റോമാക്കാർ. നമ്മൾ പഠിച്ച പഠനത്തെ ഭാഗത്തോട്ട് വരികയാണ്. റോമ സാമ്രാജ്യം എന്നൊക്കെ നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ട്. അപ്പോൾ അവർ ഈസ്റ്റ് ആഫ്രിക്കയൊക്കെ ആക്രമിച്ച് മെഡിറ്ററേനിയൻ ഭാഗങ്ങളിലെല്ലാം സ്വാധീനം ഉറപ്പിച്ചു. അണ്ടർ ജൂലിയസ് സീസർ ദ റോമൻ എംപയർ വാസ് എക്സ്റ്റെൻഡഡ് ടു പ്രസന്റ് ഡേ ബ്രിട്ടൻ ആൻഡ് ജർമ്മനി. കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ ജൂലിയസ് സീസർ എന്ന്. ജൂലിയസ് സീസറിന്റെ കാലഘട്ടത്തിൽ റോമ സാമ്രാജ്യം ഇപ്പോഴത്തെ ബ്രിട്ടനും ജർമ്മനി ഭാഗങ്ങളിലോട്ടൊക്കെ വന്നു. ഷേക്സ്പിയറുടെ പ്രസിദ്ധമായ ഒരു നാടകത്തിൻ്റെ പേരാണില്ലേ ജൂലിയസ് സീസർ. നിങ്ങളെപ്പോഴും സ്കൂൾ ക്ലാസ്സുകളിലൊക്കെ ജൂലിയസ് സീസർ എന്ന് പറയുന്ന ഒരു പാഠമൊക്കെ പഠിച്ചിട്ടുണ്ടാവും. എനിക്ക് ഷേക്സ്പിയറിയൻ ഡ്രാമയായിട്ടോ ഹിസ്റ്ററിയിലോ ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും തോന്നുന്നു. ശരി, ലാറ്റിൻ വാസ് ദ മെയിൻ ലാംഗ്വേജ് ഓഫ് ദ എംപയർ. റോമ സാമ്രാജ്യത്തിൻ്റെ പ്രധാന ഭാഷ ലാറ്റിനാണ്. ദ എംപറർ കോൺസ്റ്റന്റൈൻ അക്സെപ്റ്റഡ് ക്രിസ്ത്യൻ റിലീജിയൻ ഇൻ 4th century CE. കോൺസിക്വന്റ്ലി ദ എംപയർ വാസ് ക്രിസ്ത്യനൈസ്ഡ്. 4ാം നൂറ്റാണ്ടിൽ അന്നത്തെ ഭരണാധികാരിയായ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി എന്തോ ചെയ്തു? ക്രിസ്തു മതം അങ്ങ് സ്വീകരിച്ചു. അപ്പോൾ ഇന്നത്തെ ചക്രവർത്തിമാരോ അല്ലെ ഭരണാധികാരിമാരോ വല്ലതും മതം വേറെ ഏതെങ്കിലും മതം സ്വീകരിച്ചു കഴിഞ്ഞാൽ, പിണറായി വിജയനോ നരേന്ദ്രമോദിയോ വേറൊരു മതം സ്വീകരിച്ചാൽ നമ്മൾ നമ്മുടെ മതം കളഞ്ഞിട്ട് അവരുടെ കൂടെ പോകുമോ? ഇല്ല. അപ്പോൾ അന്നത്തെ ഭരണാധികാരി കോൺസ്റ്റന്റൈൻ ചക്രവർത്തി, കോൺസ്റ്റാന്റിനോപ്പിളൊക്കെ സ്ഥാപിച്ച കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്തുമതം സ്വീകരിച്ചപ്പോൾ ആ സാമ്രാജ്യം മൊത്തവും ക്രിസ്ത്യനൈസ് ചെയ്യപ്പെട്ടു. അപ്പോൾ ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ മതമായ ക്രിസ്ത്യാനിറ്റിയുടെ വളർച്ചയുടെ പ്രാരംഭഘട്ടം ആ അടിസ്ഥാനത്തിൽ നിന്നാണ് ക്രിസ്ത്യാനിറ്റി വളർന്നു വരുന്നത്. ബിറ്റ്വീൻ ദ 7th century ആൻഡ് 15th century ആൾമോസ്റ്റ് ആൾ ദ ലാൻഡ്സ് ഓഫ് ദ ഈസ്റ്റേൺ റോമൻ എംപയർ സെൻറ്റേഡ് ഓൺ കോൺസ്റ്റാന്റിനോപ്പിൾ വെയർ ഒക്കുപ്പൈഡ് ബൈ ദ അറബ് എംപയർ. പക്ഷെ അത് ഇന്ന് നിലനിൽക്കുന്നില്ലല്ലേ. 7ാം നൂറ്റാണ്ടിന് അറേബ്യയിൽ ഒരു പ്രാധാന്യം ഉണ്ടല്ലോ. മുഹമ്മദിന്റെ ജനനവും ഇസ്ലാമിന്റെ സ്ഥാപനവും ഒക്കെ ആയിട്ട് അറേബ്യയിൽ പുതു സാമ്രാജ്യങ്ങൾ ഉയർന്നു വരുന്നു. അപ്പോൾ ഈ സമയമായപ്പോഴേക്കും ഈസ്റ്റേൺ റോമൻ എംപയർ കോൺസ്റ്റാന്റിനോപ്പിൾ ഉൾപ്പെടെയുള്ളത് മിക്കതും 7ാം നൂറ്റാണ്ടായപ്പോഴേക്കും അറേബ്യൻ എംപയറിന്റെ കയ്യിലാവുന്നു. The last of the peoples attacked the Roman Empire were the Mongols under Genghis Khan and his successors. റോമ സാമ്രാജ്യം ആക്രമിച്ച അവസാന കക്ഷിക്കാരിലെ ജംഗിസ് ഖാൻ മംഗോളിയയിലെ. അപ്പോൾ നമുക്ക് ഈ നൊമാഡിക് എംപയേഴ്സിലൊക്കെ പഠിക്കാനുള്ളതാണ്. നിങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ ഒരു ബാർബേറിയൻ കിങ്ങായിട്ട് ജംഗിസ് ഖാനെ അദ്ദേഹത്തിൻ്റെ ആക്രമണങ്ങളെ പറ്റിയൊക്കെ 10ാം ക്ലാസ്സിലോ 9ാം ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. നല്ല രീതിയിൽ നമ്മളിനി പഠിക്കും. Religions also played an important role in the foundation of large empires. എംപയറിനെ കുറിച്ച് ഒന്നുകൂടെ പറയുകയാണ്, മതങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന്. ക്രിസ്ത്യാനിറ്റി ആൻഡ് ഇസ്ലാം ആർ ഗുഡ് എക്സാമ്പിൾസ്. അതിന് നല്ല ഉദാഹരണമാണ് ക്രിസ്ത്യാനിറ്റി ഇസ്ലാമും ഒക്കെ. അപ്പോൾ വേറെ വലിയ ഉദാഹരണങ്ങളൊന്നും പറയാനില്ല. അപ്പോൾ ഹിന്ദു മതം വേറെ വലിയ രാജ്യങ്ങളെല്ലാം അവിടെ ചേർന്ന സാമ്രാജ്യമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇന്ത്യയിൽ ചെറിയ സാമ്രാജ്യങ്ങൾ, ഇപ്പോൾ ഗുപ്ത സാമ്രാജ്യം ഉൾപ്പെടെയുള്ള ചില സാമ്രാജ്യങ്ങൾ ഉണ്ടായത് ഹിന്ദു ബേസ്ഡ് ആയിട്ടാണ്. ഇപ്പോൾ വിജയനഗര സാമ്രാജ്യം അങ്ങനെ. അപ്പോൾ ഇന്ന് വേൾഡ് മൊത്തത്തിൽ വെച്ച് നോക്കുമ്പോൾ ക്രിസ്ത്യാനിറ്റി ഇസ്ലാമും ഒക്കെ അറേബ്യൻ എംപയർ അല്ലെങ്കിൽ ഈ റോമ സാമ്രാജ്യം തന്നെ ഏറ്റവും വലിയ ഉദാഹരണം. ലോകം മൊത്തമുള്ള ഒരു ക്രിസ്ത്യൻ സാമ്രാജ്യം, അതായിരുന്നു അവരുടെ ലക്ഷ്യം. അപ്പോൾ ഇത്രയൊക്കെയാണ് സാമ്രാജ്യങ്ങളെ പറ്റി നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് നേരെ കയറാനുള്ളത് ആൻ എംപയർ അക്രോസ് 3 continents. അപ്പോൾ അതാണ്ട് കിടക്കുന്ന ഏൻഷ്യൻ്റ് റോമിനെ കുറിച്ചുള്ള വിവരണമാണ് കിടക്കുന്നത്. ആൻ എംപയർ അക്രോസ് 3 continents, 3 വൻകരകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഒരു സാമ്രാജ്യം. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ശരി.